ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെ പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ കല്യാണമല്ലേ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അനിയൻ്റെ മോള ആരാ രുക്മിണിയായിട്ട്. അനിയത്തി എപ്പോഴും രാവിലെ വിളിച്ച് കേട്ടോ വരണേ മോളാണ് രുക്മിണിയായിട്ട്. ഞാൻ പറഞ്ഞു വന്നേക്കാൻ. ഞാൻ മക്കളുമാർ രണ്ടുപേരും സ്കൂളിലൊക്കെ പോയി കോളേജിലൊക്കെ പോയി കേട്ടോ. അപ്പോൾ അവർ ഉച്ചയാകുമ്പോഴത്തേനും വരും. പിന്നെ വൈകിട്ട് പൂജയൊക്കെ ഉണ്ട്. മിക്കവാറും ചിലപ്പോൾ വൈകിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ വരത്തില്ല. അതാണ് ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഇൻട്രോ പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട്. വൈകിട്ട് ചിലപ്പോൾ താമസിച്ചാണെങ്കിലോ വരുന്നത് കേട്ടോ. അപ്പോഴേ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. നാമമൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ, വായനയൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ കേട്ടോ. തുടങ്ങിയില്ല. ഘോഷയാത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരിയുടെ കഥ പറയുവാണെങ്കിൽ ഇത് നമ്മുടെ സരസ്വന് കിട്ടിയ സാരി കേട്ടോ. സരസ്വന് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അന്നേരം സരസ്വിൻ്റെ ഇളയ നാത്തുവിൻ്റെ മോൻ്റെ കല്യാണം. ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് പോയായിരുന്നല്ലോ. ഞാൻ കല്യാണമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ അണ്ണനൊക്കെ എടുത്തു കൊടുത്തതാണ് സരസ്വനി കേട്ടോ. അവിടെ അമ്മയില്ല, അമ്മയുടെ നാത്തുവിൻ മരിച്ചുപോയി. അപ്പോഴും ഈ 3 നാത്തുമാർക്കും ഡ്രസ്സ് എടുത്തു കൊടുത്തു കേട്ടോ. 3 പേർക്കാണോ എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും ഒരേപോലുള്ള സാരി, പക്ഷെ കളർ വ്യത്യാസം. അപ്പോഴും നമ്മുടെ അമ്മയ്ക്ക് കിട്ടിയ സരസ്വന് കിട്ടിയത് ഇതാട്ടോ. അപ്പോൾ സരസ്വ ഭയങ്കര സ്നേഹമായിട്ട് ഇരുന്ന പ്രിയ നിനക്ക് സാരി. അപ്പോഴും ഇടയ്ക്ക് ആദ്യമായിട്ട് എടുത്തപ്പം ചോദിച്ചു ഇത് ഞാൻ തന്ന സാരി അല്ലയോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറ്. ബ്ലൗസ് ഇന്ന് ഇത് ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കേട്ടോ. പിന്നെ ഈ ഗോൾഡിൻ്റെ എനിക്ക് തോന്നുന്നു ഈ കളറാ ചേരുന്നതല്ലേ. അപ്പോഴും മെറൂൺ കളറൊക്കെ ഉണ്ട് ഇതിനകത്ത് ലൈൻ, പക്ഷെ അത് അറിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ സരസ്വിൻ്റെ സാരിയൊക്കെ ഉടുത്തോണ്ടാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. സരസ്വ നോക്കും കേട്ടോ, ഞാൻ പറയാം നോക്കുന്നെങ്കിൽ കേട്ടോ. അപ്പോഴേ കല്യാണത്തിനൊക്കെ പോയിട്ട് വരട്ടെ. അപ്പോഴേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി കേട്ടോ എല്ലാവരോടും. അപ്പോഴേ നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ വരാം. അപ്പോഴെല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരില്ലാത്തൊരു ജീവിതം ഇല്ലല്ലോ ഇപ്പോഴും എനിക്ക് കേട്ടോ. കൂട്ടുകാർക്കും കുടുംബത്തിനും നല്ലത് മാത്രം വരുത്തണേന്ന് ഞാൻ മഹാദേവനോട് പറഞ്ഞിട്ട് വരാം. പുള്ളിയുടെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മഹാദേവൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ വരട്ടെ. എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ വരാം കേട്ടോ. ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്നും കുത്തുവിളക്കോടെ കൂടി അകത്ത് നിന്ന് ദൈവത്തോടു കൂടി വേണം തിരികെ യജ്ഞശാലയിൽ വരുവാൻ എന്നുകൂടി അറിയിക്കുന്നു.
ചടങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആരംഭിയൊക്കെ യഥാസ്ഥാനത്ത് ഹോമോളജി കൊടുക്കാം. ഹോമോണ്ടോത്തിൻ്റെ വശത്ത് നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് മാറി നിൽക്കും. അവസരമേള അവിടെ നിൽക്കട്ടെ. ദേവിക്കൊക്കെ വരുവാനുള്ള വഴി ഒരുക്കി കൊടുക്കുക. അങ്ങോട്ട് തന്നെ എല്ലാവരും യഥാസ്ഥാനത്ത് വാങ്ങിച്ചാൽ അവിടെ ഇരുന്നിട്ടോ. ഇപ്പോൾ 11:40 15 മിനിറ്റ് സമയമുണ്ട് നമുക്ക്. അപ്പോൾ ഒരു അഭിജിത്ത് മുഹൂർത്തത്തിൽ നമുക്ക് അങ്ങോട്ട് എടുക്കാം ഭഗവാന്റെ കല്യാണം.
ലക്ഷ്മീ നാരായണ വരദേ നാരായണ ദുർഗേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ സൃഷ്ടിസ്ഥിതിവിനാശാനാം ശക്തിഭൂതേ സനാതനെ ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമോസ്തുതേ ശരണാഗതദീനാർത്ഥപരിത്രാണപരായണേ സർവസ്യാർത്ഥിഹരേ ദേവി നാരായണീ നമോസ്തുതേ ജയ നാരായണീ നമോസ്തുതേ. നമ്മൾ ഭഗവാന്റെ തിരുക്കല്യാണം ആഘോഷിക്കുകയാണ്. അകത്ത് മാല ചാർത്തുമ്പോൾ പുറകിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവിടെ കാണാനുള്ള സൗകര്യം കൂടെ ഒരുക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി അറിയിക്കുക. പുറകിൽ ആരെങ്കിലും ഇരിക്കുന്നില്ല, അവരെ ഇരുന്നാട്ട് രുക്മിണിദേവിയെ എന്നുള്ള ആരെങ്കിലും ഒരാൾ ഓം നമോ ഭഗവതേ നമോ ഓം നമോ ശ്രീകൃഷ്ണ പരമാത്മനേ നമോ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അമ്മേ നാരായണ ദേവി ലക്ഷ്മീ നാരായണ ഭദ്രേ ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാരകാപുരി നന്നായി ശോഭിപ്പിച്ചലങ്കരിച്ച് ആരൂഢബോധത്തോ ദ്വാരകാവാസി ജനപ്രിയവരും ഒരുമിപ്പിച്ചെത്തുകൊണ്ട് കേവലം കൃഷ്ണൻ തന്റെ കല്യാണം പിന്നെ കല്യാണാഘോഷമെല്ലാം പോലെ വല്ലാതിയോടും കൂടിച്ചെല്ലാരും നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മ ഭഗവതേ വാസുദേവായ
നാരായണം ഭജേ നാരായണം രക്ഷേ നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം സ്വാമിയേ ശരണം ശരണം വന്നയ്യപ്പ സ്വാമി എന്താടും ശരണമയ്യപ്പ അയ്യപ്പ ദിവമേ ശരണം വന്നയ്യപ്പ ചോറ്